വരാപ്പുഴ മാർക്കറ്റിൽ നിന്ന് നല്ല കുഞ്ഞി കൊഴുവ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ പീര പറ്റിക്കുക അല്ലെങ്കിൽ തോരൻ വെക്കുക, അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഒരു 1/2 കിലോ കൊഴുവ വൃത്തിയാക്കി, കുഞ്ഞു കൊഴുവ, വളരെ ടേസ്റ്റാണ്, നല്ല നെയ്യുള്ള കൊഴുവയാണ്. പിന്നെ ഞാൻ ഒരു 15 അല്ലി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, കുടംപുളി ഒരു 2-3 കഷ്ണം. പിന്നെ ഒതുക്കാനായിട്ട് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത, അതായത് തേങ്ങയും കുരുമുളകും കാന്താരി മുളകും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഒതുക്കി ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നല്ല ഒരു നമ്മുടെ തനി നാടൻ ഒരു അടിപൊളി ടേസ്റ്റോടുകൂടി നല്ല പച്ച കുരുമുളകിൻ്റെ ടേസ്റ്റ് കിട്ടുന്ന കൊഴുവ മീൻ പീര എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇപ്പം നിങ്ങൾ ഒന്ന് കണ്ടു നോക്കും. അപ്പം കൊഴുവ പീര പറ്റിക്കാനായിട്ട് നമ്മൾ ആ ഒതുക്കിയ തേങ്ങയും കാന്താരി മുളകും പച്ച കുരുമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഞാൻ ഇട്ടു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കുടംപുളി, എന്നിട്ട് അതിനെ നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരുമാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം അതിനകത്ത് പിടിക്കും. അങ്ങനെ ഇത് തിരുമ്മി ഒരു 10 മിനിറ്റ് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചാൽ അതിനകത്ത് ഇതിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും ഇതിൽ നന്നായിട്ട് കിട്ടും. ഇങ്ങനെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഇനി അടുപ്പത്ത് വെച്ചു. അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട, മീനിൻ്റെയും തേങ്ങയുടെ ഒക്കെ വെള്ളം ഇറങ്ങിക്കോളും. എന്നിട്ട് നല്ല നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഇതിനെ ഒരു മീഡിയം തീയിൽ കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുക. കണ്ടോ, ആവിയൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. നന്നായിട്ട് വേവണം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് മൂടി വെച്ച് അത് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ മീൻ പീരയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നല്ല പച്ച വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, ചുറ്റിച്ച്. അപ്പോഴാണ് ആ പച്ച വെളിച്ചെണ്ണയുടെ ഫ്ലേവർ നന്നായിട്ട് ആ മീൻ പീരയ്ക്ക് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഫ്രഷ് കറി ലീവ്സ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ കണ്ടോ നല്ല മീൻ പീര റെഡിയായി. അതിനെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീനായതുകൊണ്ട് ഒന്ന് പൊടിയാതെ നോക്കുന്ന ഇളക്കി കൊടുക്കാം. കണ്ടോ, അപ്പം നമ്മുടെ മീൻ പീര റെഡിയായി. ഞാൻ നല്ല ചൂട് ചോറിൻ്റെ കൂടെയാണ് ഇതിപ്പോൾ സെർവ് ചെയ്യാൻ പോകുന്നത്. നല്ല ആവി പറക്കുന്ന ചോറും പിന്നെ ഞാൻ വെണ്ടയ്ക്ക പാല് പിഴിഞ്ഞതുമാണ് ഒഴിച്ചുകറിയായിട്ട് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ പച്ച കുരുമുളകും കാന്താരിയും ഒക്കെ ചേർത്ത് മീൻ പീരയാണ് സെർവ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് പച്ച കുരുമുളകും കാന്താരി മുളകും ചേർക്കുമ്പം. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക്